മക്കളെ, ഇപ്പോൾ നമ്മൾ അരിത്തമാറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണിയിലെ ഒരു ബേസിക് ഫണ്ടമെൻ്റൽസ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളെല്ലാം നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി സാറ് പറയുന്ന കണക്കുകളെല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവും. സാർ ഇപ്പോൾ ഒരു കണക്ക് പറയാം, വളരെ ഈസിയാണ്. സാറ് കണക്ക് പഠിപ്പിക്കുകയല്ല, സാറ് കണക്ക് പറയുവാണ്. അതായത് മലയാളം പറയുന്ന പോലെ സാറ് കണക്ക് പറയുന്നത് എന്തുകൊണ്ടാണ്? സാർ ആ രീതിയിലുള്ളൊരു പഠന രീതിയാണ് മക്കൾക്ക് തരുന്നത്. അതായത് നമ്മൾ കണക്കിനെ ഒരു വലിയൊരു സംഭവമായിട്ട് കാണാതെ വളരെ ഈസി ആയിട്ട് നമ്മൾ വെറുതെ മലയാളം ഭാഷ പറയുന്ന പോലെ കണക്ക് നമുക്ക് പറയാം. ആ രീതിയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കൾ ഈ കണക്ക് ശ്രദ്ധിക്കുക, സാറിനെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. സി, 7th term of an arithmetic sequence is 30 and common difference is 3. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ 7ാം പദം 30ആണ്. 7ാം പദം 30ആണ്, പൊതുവ്യത്യാസം 3ആണ്. അപ്പം നമുക്ക് തന്നിരിക്കുന്നത് സമാന്തര ശ്രേണി അല്ലെ അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ 7th term 30. നമുക്ക് പറയാം 7th term എന്ന് പറയുന്നത് 30 തന്നിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് അല്ലെ പൊതുവ്യത്യാസം 3. അപ്പം നമുക്ക് എഴുതാം കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ D = 3. നമുക്ക് അന്നേരം നോട്ട് ചെയ്യാം. ഇനി അവർ ചോദിച്ച എന്താ, വാട്ട് ഈസ് 13th term? അതായത് 13ാം പദം എന്താണ്? നമുക്കറിയാം ഈ 13ാം പദം എന്ന് പറഞ്ഞാൽ 7ാം പദത്തിനോട് കൂടി 6ഉം കൂടി ചേർത്താൽ മതി. അതായത് 7 + 6 ആണ് 13. അപ്പം നമുക്ക് പറയാൻ സാധിക്കും, ഈസി ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും, 7ാം പദം 13ാം പദം അല്ലെങ്കിൽ 13th term എന്ന് പറഞ്ഞാൽ 7th term + 6 × കോമൺ ഡിഫറൻസ്, അല്ലെങ്കിൽ 13ാം പദം = 7th term അല്ലെങ്കിൽ 7ാം പദം + 6 × പൊതുവ്യത്യാസം. നമുക്ക് 7ാം പദം അറിയാം, 6 × പൊതുവ്യത്യാസം 3 ആണ്. അപ്പം നമുക്ക് 30 + 6 × 3. നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ എപ്പോഴും മാത്തമാറ്റിക്സിൽ ഒരു റൂള് അറിഞ്ഞിരിക്കണം. നമുക്ക് വേണമെങ്കിൽ പറയത്തില്ലേ 30 + 6 കൂട്ടിയിട്ട് × 3 എന്ന് പറയത്തില്ലേ? പക്ഷേ അങ്ങനല്ല ചെയ്യണ്ടേ. ആദ്യം 6 × 3 ചെയ്തിട്ട് 30നോട് കൂടി കൂട്ടുവാണ്. എന്തുകൊണ്ടാണ് സാർ? അതിൻ്റെ റൂള് പറഞ്ഞു തരാം. മക്കളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ബോട്ട്മാസ് റൂൾ. നോക്കൂ, BODMAS, ബോട്ട്മാസ് റൂള്. മക്കൾ കേട്ടിട്ടില്ലെങ്കിൽ ഇപ്പം സാറ് പറഞ്ഞു തരുമ്പോൾ മക്കളത് എഴുതി വെക്കണം. നമ്മൾ കണക്ക് ചെയ്യുന്ന ഓർഡർ ആദ്യമേ നമ്മൾ ബ്രാക്കറ്റ്, B എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് എന്ന് പറയും. ആദ്യം നമ്മൾ ബ്രാക്കറ്റിലുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. O എന്ന് പറഞ്ഞാൽ ഓഫ്, O എന്ന് പറഞ്ഞാൽ ഓഫ് എന്നാണ്. ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു എന്നാണ്. ഇപ്പം X(3) എന്ന് പറഞ്ഞാൽ X × 3. ബ്രാക്കറ്റ് കഴിഞ്ഞ് ഓഫ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് D ആണ്. D എന്ന് പറഞ്ഞാൽ ഡിവിഷനാണ്. അപ്പോൾ അതിനുശേഷം ഡിവിഷൻ ചെയ്യണം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 30/2 × 3 + 1. ഈ ഒരു സിറ്റുവേഷൻ സാർ പറഞ്ഞു തരാം. അപ്പോൾ ഡിവിഷൻ ചെയ്തിട്ട് പിന്നീട് വേണം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനായിട്ട്. M എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷനാണ്, A എന്ന് പറഞ്ഞാൽ അഡീഷൻ. അപ്പം ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും കഴിഞ്ഞിട്ടേ അഡീഷൻ ചെയ്യാവുള്ളൂ. S എന്ന് പറഞ്ഞാൽ സബ്ട്രാക്ഷൻ, അതും കഴിഞ്ഞിട്ടേ സബ്ട്രാക്ഷൻ ചെയ്യാവുള്ളൂ. അപ്പോൾ എങ്ങനെയാണ്? ഡിവിഷൻ ചെയ്തിട്ട് പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് പിന്നെ അഡീഷൻ ചെയ്തിട്ട് പിന്നെ സബ്ട്രാക്ഷൻ ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി, ഇവിടെ എങ്ങനെ ചെയ്യും? 30/2 ആദ്യം ഡിവിഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 30/2 15. അതിനുശേഷം × 3 + 1. ഇവിടുത്തെ ഡിവിഷൻ കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണ്ടേ, അത് കഴിഞ്ഞിട്ടാണ് അഡീഷൻ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആദ്യം നമ്മൾ 15 × 3 ചെയ്യണം. അപ്പോൾ 45 ചെയ്തിട്ട് അതിനോടുകൂടി അഡീഷൻ ചെയ്യുമ്പോൾ 46 എന്ന് വരും. ഇതാണ് കണക്കിൻ്റെ റൂള്. അതായത് കണക്ക് ചെയ്യാനുള്ള ഓർഡർ ഇതാണ്. ഇത് മക്കൾ നോട്ട് ചെയ്ത് വെക്കണം. ഇനിയും സംശയം ഉണ്ടെങ്കിൽ സാറിനെ വാട്സപ്പിൽ വിളിച്ചു കഴിഞ്ഞാൽ സാറിൻ്റെ ഓൺലൈൻ ടീച്ചേഴ്സ് മക്കൾക്ക് ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് തരും. ഇതാ ഇങ്ങോട്ട് നോക്കിയോ, നമുക്ക് ഇവിടെ കാണുന്നത് നമുക്ക് 30 - 6 × 3. അപ്പം നമ്മുടെ നിയമം അനുസരിച്ച് നമ്മൾ എന്താ പറയേണ്ടത്? ഈ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത്
ഈ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടാണ് സബ്ട്രാക്ഷൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമ്മൾ ചെയ്യുന്നത് 30 + 6 × d ആണ് ചെയ്തത്. അതായത് 7th ടേം 13th ടേം എന്ന് പറഞ്ഞാൽ 7th ടേം + 6 × കോമൺ ഡിഫറൻസ്, അല്ലെങ്കിൽ 13ാം പദം സമം 7ാം പദം + 6 × പൊതുവ്യത്യാസം. അപ്പോൾ നമ്മൾ ആദ്യം ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 18 വരും. 30 + 18 13ാം പദം എന്ന് പറഞ്ഞാൽ 48. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മോട് ചോദിച്ചത് വാട്ട് ഈസ് ഫസ്റ്റ് ടൈം, ആദ്യ പദം, അതായത് ആദ്യ പദം എന്താണ്? ഇവിടെ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമുക്കറിയാം ഈ ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ ആദ്യ പദം എന്ന് പറഞ്ഞാൽ 7ാം പദത്തിനോട് 6 ടൈം മൈനസ് ചെയ്താൽ മതി. കഴിഞ്ഞ പ്രാവശ്യം 13ാം പദം കാണാനായിട്ട് 7ാം പദം +6 × d ആയിരുന്നു. ഇപ്രാവശ്യം നേരെ തിരിച്ചാണ്. 1ാം പദം കാണാനായിട്ട് 7ാം പദത്തിൽ നിന്നും 6 മൈനസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം കാണാനായിട്ട് 7th ടേമിൽ നിന്നും 6 × d മൈനസ് ചെയ്താൽ മതി. അപ്പം നമുക്ക് 7th ടേം 30 ആണ്, -6 × 3. ഇവിടെയും നമ്മൾ ബോട്ട്മാസ് റൂളാണ് നോക്കണ്ടേ. മൈനസ് ചെയ്യുന്നതിന് മുമ്പ്, ഈ സബ്ട്രാക്ഷന് മുമ്പ് മൾട്ടിപ്ലിക്കേഷനാണ് വരുന്നത് ബോട്ട്മാസിനകത്ത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം മൾട്ടിപ്ലിക്കേഷൻ 6 × 3 12 വരും. അപ്പോൾ 13 - 12 എന്നാണ് വരിക. 6 × 3 18 വരും. അപ്പോൾ 13 - 18 12 എന്ന് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് അത് ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. കാരണം നമ്മൾ അതുപോലുള്ള ക്വസ്റ്റ്യൻ ചെയ്തതാണ്. അടുത്ത ക്വസ്റ്റ്യൻ മക്കൾ കൃത്യമായിട്ട് നോക്കുക. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദി സം ഓഫ് 13 ടേംസ്? വാട്ട് ഈസ് ദി സം ഓഫ് ഫസ്റ്റ് 13 ടേംസ്? അല്ലെങ്കിൽ ആദ്യ 13 പദങ്ങളുടെ തുക എന്താണ്? സമ്മാണ് കാണേണ്ടത്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് 13 പദങ്ങൾ. 13 പദങ്ങൾ നമ്മൾ ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം, 4th, 5th, 6th അങ്ങനെ 13 പദങ്ങൾ. നമ്മൾ നോക്കിയേ, ഈ 13 പദങ്ങളിൽ 7ാമത്തെ ടൈം അല്ലെങ്കിൽ 7ാം പദമാണ് സെൻറ്ററിൽ വരുന്നത്, മിഡിൽ ടൈം ആയിട്ട് വരുന്നത്, അല്ലെ നടുക്കുള്ള പദമായിട്ട് വരുന്നത്. കാരണം ഇവിടെ 6 ടൈംസ് മൊത്തം വരുന്നുണ്ട്, ഇവിടെയും 6 ടൈംസ് മൊത്തം വരുന്നുണ്ട്. മക്കൾ നോക്കിയേ, ഇങ്ങോട്ട് 1 2 3 4 5 6 6 ടൈംസ് ഉണ്ട്. ഇവിടെ 8 9 10 11 12 13 അവിടെയും 6 ടൈംസ് ഉണ്ട്. അപ്പോൾ 7ാം പദം അല്ലെ 7th ടൈമാണ് സെൻറ്ററിൽ വരുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് 13 ടേംസിൻ്റെ സമ്മ് നമുക്ക് 7ാം പദം അല്ലെങ്കിൽ സെൻറ്ററിലുള്ള പദം കാണണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്? മൊത്തം സം ഓഫ് 13 ടൈംസ്, അതായത് 13 പദങ്ങളുടെ സമ്മ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടൈംസ്, അതായത് 13. അതാണ് നമുക്ക് മിഡിൽ ടൈം ആയിട്ട് വരുന്നത്. അതായത് നമ്മൾ പഠിച്ചേക്കുന്നത് മിഡിൽ ടൈം ഈസ് ഈക്വൽ ടു സം ഓഫ് ടൈംസ് ബൈ നമ്പർ ഓഫ് ടൈംസ്, അല്ലെങ്കിൽ നടുവിലുള്ള പദം സമം സം ഓഫ് ടൈംസ്, മൊത്തമുള്ള ടേംസിൻ്റെ തുക ഡിവൈഡഡ് ബൈ ഓരോ ടേമുകളുടെയും മൊത്തം ടേമുകളുടെ എണ്ണം. അപ്പം നമുക്ക് മിഡിൽ ടൈം ഈസ് ഈക്വൽ ടു, മിഡിൽ ടൈം ആരാണ്? 7th ടൈമാണ്. 7th ടൈം എന്ന് പറയുന്നത് 30 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. 7th ടൈം 30 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് പറയാം മിഡിൽ ടൈം ഈസ് ഈക്വൽ ടു, മിഡിൽ ടൈം 7th ടൈം ഈസ് ഈക്വൽ ടു സം ഓഫ് ടൈംസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടൈംസ്. അല്ലെങ്കിൽ മക്കൾക്ക് ഒരു ഇക്വേഷനായിട്ട് എഴുതണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? മിഡിൽ ടൈം ഈസ് ഈക്വൽ ടു സം ഓഫ് ടൈംസ് ബൈ നമ്പർ ഓഫ് ടൈംസ്. നമ്മൾ ഇങ്ങനെ എഴുതണം, മിഡിൽ ടൈം ഈസ് ഈക്വൽ ടു സം ഓഫ് ടൈംസ് ബൈ നമ്പർ ഓഫ് ടൈംസ്. മലയാളം സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മൾ പറയേണ്ടത് നടുവിലുള്ള പദം ഈസ് ഈക്വൽ ടു സം ഓഫ് ടൈംസ്. സം ഓഫ് ടൈംസ് പറഞ്ഞാൽ പദങ്ങളുടെ തുക ഡിവൈഡഡ് ബൈ പദങ്ങളുടെ എണ്ണം. അപ്പം നമ്മൾ നടുവിലുള്ള പദം ഈസ് ഈക്വൽ ടു പദങ്ങളുടെ തുക ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടൈംസ്, അല്ലെങ്കിൽ തുകയുടെ നമ്പർ ഓഫ് ടൈംസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? പദങ്ങളുടെ എണ്ണം എന്ന് പറയണം.
അപ്പോൾ സം ഓഫ് ടേംസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്, അതായത് പദങ്ങളുടെ തുക ബൈ പദങ്ങളുടെ എണ്ണം, അങ്ങനെ പറയണം. അപ്പം നമുക്ക് ഇവിടുത്തെ മിഡിൽ ടൈം 7th ടൈം ആണ്, അത് 30 ഈസ് ഈക്വൽ ടു സം ഓഫ് ടേംസ് ബൈ നമ്പർ ഓഫ് ടേംസ് 13 വരും. അപ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം സം ഓഫ് ടേംസ് ഈക്വൽ ടു 13 × 30 എന്ന് വരും. 13 × 30 390. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെയാണ് കാണുന്നത്? നമുക്ക് വാട്ട് ഈസ് ദി സം ഓഫ് ഫസ്റ്റ് 13 ടൈംസ്, അല്ലെങ്കിൽ ആദ്യ 13 പദങ്ങളുടെ തുക 390. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. സാറിൻ്റെ വീഡിയോ കൃത്യമായിട്ട് മക്കൾ കാണുക. അതിനുശേഷം മക്കൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സാറിനെ വാട്സപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാറിൻ്റെ ഓൺലൈൻ ടീച്ചേഴ്സ് 1-to-1 ആയിട്ട് മക്കളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് തരും. അതുപോലെ സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും നിങ്ങളുടെ ക്ലാസ്സിലെ സുഹൃത്തുക്കളിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മക്കൾ മറക്കരുത്.